മാന്തലാണ്. നല്ല അയിലാണല്ലോ. അയിലര വിശേഷം പറഞ്ഞ അയിലക്ക് എന്തൊരു വിശേഷം? നമ്മൾ ഈ കൊല്ലം, കോട്ടയം, പത്തനംതിട്ടയൊക്കെ മതി, ഇടയ്ക്ക് തൃശ്ശൂരിനെ ഒന്ന് ഗവനിക്കണ്ടേ? നാളത്തെ സൂപ്പർ സ്റ്റാർ ആണ് ഈ ചക്കിയും കൊണ്ട് പോണത്. കൈ തരിക്കുന്നുണ്ട. എന്തൊരു പ്രയോഗമല്ല തൃശ്ശൂരത്. തൃശ്ശൂർ കപ്പലിന്റെ ഇടവിടെ കയ്യിലിങ്ങണ മീൻ പുളിയാണ്. മീൻ പുളിയാണ്. ഏമ്പക്കം കുടലിൽ നിന്നുയരുന്നു മലരുന്നല്ലേ പറഞ്ഞ മലിരേന്ന്. ഇതിലേക്ക് തക്കാളി ഇടാം. തല തുടങ്ങി. ശരീരമൊന്നും വരഞ്ഞിട്ട് മീനുമേ പറയുമ്പോ ചോറോളം ഇറങ്ങി. ചാറി മുക്കി നോക്കിയാ മതി. കുത്തരിച്ചോറ് കയ്യിൽ രണ്ടും അറിയാനായിട്ടുള്ളത് ചേട്ടാ. ഇവിടെ ഇരിക്കാം. മഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചട്ടി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. കരുത കുറേ സാധനങ്ങളായിട്ട് വരും. ചട്ടിയിലുള്ളത് ആയിത്ത കുറേ ഉള്ളത് മാന്തലാണ്. മാന്തലുണ്ടോ? ഈ സീബ്ര വരെ പോലെയുള്ള മാന്തൽ. എന്തൊരു സൗണ്ട്! അതാ ചാണം വന്ന ലോറി. പിന്നെ ഇപ്പുറത്തേല് പേട്ടയ്ക്കൻ അയില. നല്ല അയിലാണല്ലോ. നമ്മൾ അയില നന്നാക്കണം. സരിത ഈ അയിലര വിശേഷം പറഞ്ഞ അയിലക്ക് എന്തൊരു വിശേഷം? അയിലക്ക് വിശേഷമല്ല, ഈ അയില കൊണ്ട് ചെയ്യാൻ പോണ കാര്യം പറയാനാ. അയില കൊണ്ട് ചെയ്യാൻ പോകുന്നത് കൊല്ലംകാരുടെ ഒരു കൂട്ടാനാണ്. പക്ഷെ ഇത് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് തൃശ്ശൂർക്കാരിയായിട്ടുള്ള സുനന്ദ ചേച്ചിയാണ്. ബോട്ട്സാനയിലുള്ളത്. ആൾ സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണത് ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ ആൾ വളരെ ബിസി ആയിട്ടുള്ളൊരു ചേച്ചിയാണ്. ഒരു ഓഫീസും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ബിസി ആയിരിക്കുന്നു. അപ്പോൾ ആൾക്ക് കുക്കിങ്ങിനൊന്നും കുറേ സമയം ചെലവഴിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ആൾ ചെയ്യണതൊക്കെ ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് 10-15 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ കറികളൊക്കെയാണെന്ന് ആൾ കൂടുതലും ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യണ കൊല്ലംകാരുടെ ഒരു സ്പെഷ്യൽ അയില കൂട്ടാൻ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ കൊല്ലംകാരുടെ ചക്കപ്പുഴുക്ക് കണ്ടപ്പോഴാണ് ചേച്ചിക്ക് ഇത് ഓർമ്മ. ഒരു കൊല്ലംകാരുടെ ഒരു മീൻ കൂട്ടാൻ എനിക്കറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കത് വേഗം പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, സ്പീഡിൽ പണി കഴിയും. അയില കിട്ടാണെങ്കിൽ വാങ്ങിച്ചോന്നത്. ഇത് മുഴുവൻ കൂട്ടാൻ വെക്കണ്ടോട്ടാ. അല്ല, നമ്മളെ നാളേരപ്പാൽ ഒഴിച്ച് കൂട്ടാൻ വെച്ചിട്ട് കുറേ നാളായി. നമ്മൾ ഈ കൊല്ലം, കോട്ടയം, പത്തനംതിട്ടയൊക്കെ മതി, ഇടയ്ക്ക് തൃശ്ശൂരിനെ ഒന്ന് ഗവനിക്കണ്ടേ? തൃശ്ശൂർ സ്റ്റൈല് മീൻ കൂട്ടാൻ വെച്ചിട്ട് കാലങ്ങളായിട്ടുണ്ട്. മീൻ കൂട്ടാൻ ഇത് അയില നല്ല രസമുണ്ടാവും, നമ്മുടെ പച്ചക്കുടപ്പുളി ഇട്ടിട്ട്. അപ്പോൾ അയില വാങ്ങിക്കാൻ പോയിപ്പോൾ കിട്ടിയതാണ് മാന്തൽ. അപ്പോൾ അത് ഉപ്പിലിട്ട് വയ്ക്കുന്ന വിധം ചരിത കാണിച്ചു തരും. ഉപ്പിലെന്ന് പറഞ്ഞാൽ ഉണക്ക മാന്തൽ. ചാണത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അവിടെ ചാണകം ഉണ്ട്. ചാണം ഇറക്കുന്നുണ്ട്. അയിലേക്ക് എത്ര വില എന്നറിയോ? 300 രൂപയാണ് കിലോന്. നമുക്ക് പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണികൾ, എല്ലാ പെണ്ണുങ്ങൾക്കും ഞാൻ പറയില്ല, ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മീൻ നന്നാക്കൽ, ചക്ക വെട്ടി ചുള പറിച്ചതാക്കലൊക്കെ. അതൊക്കെ എനിക്ക് നല്ല സുഖം, അതൊക്കെ ചേട്ടൻ ചെയ്തു. പക്ഷെ ചേട്ടന് ഇഷ്ടമില്ലാത്ത മീൻ നന്നാക്കാൻ ഇഷ്ടമില്ലാത്ത 2-3 മീനുകളുണ്ട്. അതിലൊന്നാണ് മാന്തൾ, പിന്നെ ചെമ്മീൻ. ഇത് രണ്ടും നന്നാക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഭാഗ്യം. അപ്പം ഞാൻ ഈ മാന്തൾ ഇതിൻ്റെ കുറച്ച് നമുക്ക് വറക്കെടുക്കാം. ബാക്കിയുള്ള ഉപ്പിട്ട് വെച്ചാൽ പോരെ. പക്ഷെ ഉപ്പിട്ട് വെക്കാൻ നല്ലത് ഇങ്ങനെ ഇത്രയും കനുള്ള മാന്തളല്ല കേട്ടോ, ചെറുത് കിട്ടണം. ചെറിയ മാന്തളാണ് നല്ലത്, ടേസ്റ്റ് ഉണ്ടാവുക. ഇതാവുമ്പോൾ ഇങ്ങനെ മാംസം കൂടുതലല്ലേ. ഇത് അല്ലാണ്ട് വെറുതെ പച്ചക്ക് വറുത്ത് തിന്നാനാ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ചെറുതുകള് എടുത്തിട്ട് ഇടാം അല്ലേ? ചേട്ടൻ ചെറുത് നോക്കി വാങ്ങിക്കായിരുന്നില്ലേ? ഇതേണ്ട ഇങ്ങനത്തെ ഉപ്പിട്ട് വെക്കാൻ നല്ലത് ഇങ്ങനത്തെയാ. എടുത്തുണ്ട് ഞാൻ ഒരു ഇരുന്നിട്ട് നന്നാക്കുമ്പോ കളഞ്ഞൂടെ?
ഞാൻ തന്നെ തിന്നണ്ടേ. ചേട്ടൻ ആ മീനിൻ്റെ കാര്യത്തിന് അതൊന്നും എന്നോട് ചെയ്യണ്ട, അത് ചേട്ടൻ ചെയ്തോ. ചേട്ടന് ചട്ടി ഇത് വേണമല്ലേ? ഞാൻ ഈ ചേക്കള കളയാൻ പോവാ. ഡവറ വേണ്ടേ? ഇത് വലുത് വേണം. ആ ഒരു ഡവറാണോ? ചെറുത് മതി. അല്ല പട്ടികൾക്ക് കൊടുക്കാനാണേ. പിന്നത്തേക്ക് പച്ചക്ക് വറക്കാനുള്ള മീൻ മാത്രമായിട്ട് നന്നാക്കണുള്ളൂ, അതായത് തൊലി കളയണുള്ളൂ. ബാക്കിയുള്ള നീ ഉണക്കി വെക്കോ. ബാക്കിയുള്ളത് ഉണക്കാനായിട്ട് ഉപ്പിട്ടിട്ട് ഉണക്ക മീനാക്കണതിന് തൊലി കളയൊന്നും വേണ്ട. ഈ ചകളയില്ലേ പട്ടികൾ കൊടുക്കാനാ? അയിലേറെ തല കളയില്ലേ, അയിലേറെ തലയല്ലേ എല്ലാവർക്കും ഇഷ്ടം. അതിലെ തല അളിയന് വെച്ച് കൊടുക്കാന്ന് പറയാ അല്ലേ? അതിനല്ലേ അങ്ങനെ എന്തോ പറയും, ചൊല്ല് അങ്ങനെ എന്തോ ഉണ്ട്. അതിലേറെ പരിങ്ങി. ഈ ഭാഗമല്ലേ ഈ തലേരത്, ഈ ഭാഗം കത്തി കൊണ്ട് പിന്നെ കളയാട്ടാ. ചെറിയ മീനാച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ കളയാൻ പറ്റും. ചെറുതല്ല, അത് വലിപ്പമുള്ളാരുണ്ട്. ആ ഭാഗേ ചേട്ടാ നീ എന്ത് വേണം ചെയ്യും. ഇപ്പൊ പുറത്തേക്ക് എടുക്കണ്ട. ഇത് നല്ല മുറുക്കണ്ട് തൊലി. മഴ വരും പൂവും വരും. എന്തിട്ടല്ലേ മഴ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ ഓരോ ഭാഗങ്ങളൊക്കെ വെള്ളത്തിന്റെ അടിയിൽ. ഇന്നലെ എറണാകുളത്ത് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരുന്നു. പേപ്പറിൽ കണ്ടില്ലേ? അല്ല ടി വിയിൽ ആ വൈകുന്നേരം നേരത്തെ വാർത്തയിൽ കണ്ടില്ലേ? 1 മണിക്കൂർ കൊണ്ട് 1 കിലോമീറ്റർ വണ്ടി നീങ്ങി തുടങ്ങില്ലായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് മതിയില്ലേ? എത്രക്ക് പോരെ വറക്കാൻ? എന്തായാലും ചെയ്യേ. 1 2 3 4 5 6 7 ചേട്ടാ, ഒറ്റ സംഖ്യ. ആ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ മീൻ വറക്കുമ്പോഴും ഒറ്റ സംഖ്യ ഇട്ട് വറക്കുള്ളൂ. കഴിഞ്ഞ സോ ഫാസ്റ്റ് ചേട്ടൻ നല്ല സ്പീഡിൽ കഴിയും. ഇത് ഉപ്പിട്ട് വയ്ക്കാം. പക്ഷെ ഇത് ഇത്രയും വലുത് ഉപ്പിട്ട് വെച്ച് ഈ പറഞ്ഞ മാതിരിയാ കുറച്ച് നാളേക്ക് ഒരു കഴിയും. അത് നമുക്ക് കുഴപ്പമില്ല. വർഷക്കാലത്ത് ഉണക്ക മീനൊക്കെ വേണം നമുക്ക്. എന്തിട്ടേലൊക്കെ ഒരു ചൊടി കിട്ടണമെങ്കിൽ അല്ലേ കൂട്ടാൻ വയ്ക്കുമ്പോൾ, പച്ചക്കറി കൂട്ടാനൊക്കെ ആകുമ്പോൾ. ഇപ്പം ചെറിയ മാന്തൽ കിട്ടാല്ലേ, അതുകൊണ്ടല്ലേ ഇത് വാങ്ങിച്ചത്. ആ മറ്റേതോ ചെമ്മീനും കൂന്തളൊന്നും ഇല്ലല്ലോ. ഇത് എടുക്കാം. ഇത് മീനുകൾക്ക് വറുത്ത് കൊടുക്കാം. ഇത് ചാർലിക്കും പേളിക്കും വറുത്ത് കൊടുക്കാം. അങ്ങനെ മീൻ നന്നാക്കി കഴിഞ്ഞ് മീൻ കഴുകിയിട്ട് നമുക്ക് കുടിലേക്ക് പോവാം. സരിത അരി ഊറ്റാറായിട്ടാ? ആ ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ മീൻ നന്നാക്കാനുള്ള കാരണം കുളിക്കാൻ. അയിലേറെ ഉള്ളിലത്തെ ഒരു ബ്ലാക്ക്. സോറി ചേട്ടാ, എനിക്ക് ചെയ്യാം വെള്ളം പറഞ്ഞിട്ട് കഴിഞ്ഞില്ല. മീൻ കഴുകൽ കഴിഞ്ഞു. 8 എണ്ണാട്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇത് ഉപ്പും മഞ്ഞളൊക്കെ തേച്ചേക്കാം വരഞ്ഞിട്ട്. ഇത് ഉപ്പിട്ടേക്കാം. ഇത് ഉപ്പിടണമെങ്കിലും നന്നായി കഴുകണം. തൊലി കളയണ്ടെന്നുള്ളൂ, പക്ഷെ നന്നായി കഴുകണം. ചേട്ടൻ ഈ പൈപ്പിൻ്റെ അവിടെ നിന്ന് മാറിയെങ്കിൽ എനിക്കിത് കഴുകാമായിരുന്നു. കഴിഞ്ഞു, എൻ്റെ പരിപാടി കഴിഞ്ഞു. ലക്ഷണങ്ങളാണ് അതൊക്കെ. പ്രായമായവൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. ഞാൻ മിറ്റടിച്ചു വരുമ്പോൾ കുറച്ച് സമയം അടിച്ചു വരലേണ്ട് ഇങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ നന്നാക്കുന്ന സമയത്ത് കൊതുക് അടിക്കില്ലേ? തൊലി കളയണ്ടെന്നുള്ള, പക്ഷെ നന്നായി കഴുകണം. നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് കേട്ടാ ഉണക്കമീൻ ഉണ്ടാക്കണത്. ഇപ്പോഴൊന്നും അറിയില്ലേ? നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കാം. ഈ ഉണക്കമീൻ ഉണ്ടാക്കണ വീഡിയോ കണ്ടു കഴിഞ്ഞാലേ, കടകളിൽ നിന്ന് കിട്ടുന്ന ഉണക്കമീൻ ഉണ്ടാക്കണ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ വാങ്ങിക്കില്ല. അപ്പോൾ ഉണക്കമാന്തലിടാനായിട്ട് ഒരു ഫുഡ് ഗ്രേഡിൻ്റെ നല്ല കനമുള്ള പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തോണ്ട് കേട്ടോ. നല്ല കനമുള്ള പ്ലാസ്റ്റിക് പാത്രം ഫുഡ് ഗ്രേഡ്. അതിൽ ഒരു നിരപ്പ് ഉപ്പിടണം ആദ്യം തന്നെ. ഇതിൽ ഉപ്പത്തിരി കൂടുതൽ ഇടേണ്ടി വരും. കനമുള്ള നല്ല മാംസമുള്ള മീനായ കാരണം അയിലാകുമ്പോൾ പൊളിക്കേണ്ടി വരും നമുക്ക്. അയിലാകുമ്പോൾ പൊളിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിലൊക്കെ നിറയ്ക്കണം ഉപ്പ്. ഇതേട്ടാ ഞാൻ വയ്ക്കുക. ആദ്യം ഒരു നിരപ്പ് വയ്ക്കും. ഇതോടെ വേണമെങ്കിൽ ഒരെണ്ണം വയ്ക്കാം കേട്ടോ നമുക്ക്. ഉപ്പിട്ടോ ഇനി ഉപ്പിടണു. ഉപ്പില്ലാത്ത ഭാഗം വരണ്ട ചേട്ടാ, പുഴു വരും. ഉപ്പ് നന്നായി ഇടണ്ട, അതാ വരും. നീ അതിൻ്റെ മുകളിൽ വയ്ക്കുക.
നല്ല കാറ്റ്. ചെറുതുകളൊക്കെ ഏറ്റവും അല്ല ചെറുതുകളൊക്കെ അടിയെ പോട്ടെ. അല്ലല്ല വലുതുകളല്ല അടിച്ചു പോണ്ട. അമർച്ച അല്ല, കിട്ടണം. അത് ആദ്യം എടുത്ത് തീരാനാ, അല്ലെങ്കിൽ ഇത് അടിയപ്പെട്ട് കഴിഞ്ഞാൽ ഇല്ല അമർച്ച കിട്ടണമെങ്കിൽ കുറച്ച് നാൾ ഇരുന്നാലേ ഈ മാംസം കൂടുതലുള്ളതിനൊരു പൊട്ടമണം വരും. അങ്ങനെ ചെയ്യാം. ചെറുതുകൾ ഇനി അങ്ങനെ ചെറുതുകള് താഴ്ത്തിരുന്നോട്ടെ, കുഴപ്പമില്ല. ഒക്കെ ആവണമെന്നോട്ടെ അടിപൊളിയിട്ട് ഒരു ഇതും വേണ്ട. നന്നായിട്ട് ഇവിടെ ഉപ്പില്ല കേട്ടോ. ഉപ്പ് നല്ല കനത്തിലിട്. അത് ഞാൻ കൂടുതൽ ഉപ്പ് കൊണ്ടുവന്നേക്കണേ. ഉപ്പ ഇറങ്ങും സരിത. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപ്പ് ഇടയിലൊക്കെ വേണം. അല്ല ഉപ്പ് ഇറങ്ങുന്നായിരിക്കും. പേടിക്കാണ്ട് ഇട്ടോ ഉപ്പ്. പേടിയൊന്നുമില്ല എനിക്ക് ഉപ്പിടുന്നതിന് പേടി. ആ പെട്ടെന്നൊന്ന് പേടിക്കണം. അങ്ങനെ ഒരു സെറ്റ് ഉപ്പ്, ഒരു സെറ്റ് അതിൻ്റെ മുകളിൽ നിറയെ ഉപ്പിട. കല്ലുപ്പ് തന്നെ ഇടണം കേട്ടാ, പൊടിപ്പിടരുത്. പൊടിപ്പിട്ട് കഴിഞ്ഞാൽ പുഴു വരും. കുഴപ്പമില്ല, ഇനി മതി, ഓറാവണ്ട. ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ആകുമ്പോൾ ഇതിന്റെ ഇത്ര ഒപ്പത്തിന് വെള്ളമായി ഉണ്ടാവും. ഒപ്പത്തിനല്ലേ നേരിയതിൽ വെള്ളം വരില്ല. ആ വെള്ളം കംപ്ലീറ്റ് പുറത്തു കൊണ്ടിട്ട് ഊറ്റി കളയാം. എന്നിട്ട് വീണ്ടും വയ്ക്കുക. പിറ്റേ ദിവസം ആകുമ്പോൾ കുറച്ചും കൂടി വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് ഊറ്റി കളയാം. അപ്പോൾ ഒരു ഇതായിണ്ടാവും. പിന്നെ അത് ഉണങ്ങിണ്ടാവും. അപ്പോഴേക്കും പിന്നെ നാളെ തൊട്ട് തന്നെ അതെടുത്ത് വറക്കുമ്പോൾ തന്നെ ഉണക്കമീൻ്റെ ടേസ്റ്റ് ആവും. അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെങ്കിൽ വെക്കാം. ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കണം. പുറത്തും വെക്കരുത്, ഫ്രീസറിലും വെക്കരുത്, ഫ്രിഡ്ജിൽ. പിന്നെ അത് കഴിഞ്ഞ് എടുത്തു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്ത് വെച്ചാലും വലിയ കുഴപ്പം വരില്ല. വേണ്ട കഴിയണ വരെ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിലുള്ളവർക്ക് ഉണക്കമീൻ വീട്ടിലുണ്ടാക്കാം. ഞാനേ കുളിച്ചിട്ട് ചോറ് ഊറ്റാന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ചിലപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചോറ് കുഴയും. പെട്ടെന്ന് വേവണ അരിയാണേ. കാലത്ത് ഞാൻ അവിടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞത് ഉച്ചക്കിലേക്കുള്ളതാ ഇട്ടതാ. ഞങ്ങൾ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് സരിതര അരി വീട്ടിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ എബിൻ അറിയാലോ, നമ്മുടെ പൈപ്പള്ളി മൃഗശാലയുടെ അടുത്ത് വീടുള്ള എബിൻ, ചേട്ടന്റെ പിറന്നാളിന് കേക്ക് കൊണ്ടുവന്നു. അപ്പൊ അവൻ ചക്കയ്ക്ക് വന്ന് നോക്കാണ്. കമന്റ് ഇട്ടുണ്ടായിരുന്നു ചക്കയ്ക്ക് എന്താ വരണ്ടേ ചോദിച്ചിട്ട്. അപ്പൊ പുത്തൂരാ ആ വശത്ത് ചക്കര കേന്ദ്രാണല്ലോ. അതെ. അപ്പൊ ഞാൻ കാശ് ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര കാറ്റ് ഇടാൻ പോണ ഒരു ചക്ക. ചക്ക കിട്ടുന്നതുകൊണ്ടല്ലേ വലിയ ചക്കയതില്ല. ഇല്ല, ആ ഫിഷ് ടാങ്കിന്റെ അവിടെ നിക്കാം. ഇതേ വലിയൊരു കൊലയാണ്. ഇല്ല, ആ പൈപ്പ് പൊളിഞ്ഞു. അതല്ല അല്ലാന്ന് പൈപ്പിന് വലുതും പറ്റിയൊന്നും ഇല്ല, ഒന്നും പറ്റിയില്ല. ഇത് പൊളിഞ്ഞു. അത് പൊളിഞ്ഞോട്ടോ, കുഴപ്പമില്ല. അല്ല, എന്തെങ്കിലും അവിടെ വെക്കേണ്ടി വരും. അത് കാരണം കുഴൽക്കിണറിന്റെ മോട്ടറിൽ നിന്നുള്ള നിനക്ക് മികച്ച ഒരു വലിയൊരു ചക്ക കിട്ടിട്ടാ. അടിപൊളി ചക്ക. എത്ര നേരം അവിടെ വെക്കി. നല്ല ചക്ക, സൂപ്പർ ചക്ക, നല്ല ചക്കയാ. അങ്ങനെ മഴ കൂടി തുടങ്ങി. ഞാനിപ്പോ മഴക്കോട്ടുണ്ടാ? അതെ. എമ്പുരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ സിനിമയല്ലേ? അതിൽ നീ ഉണ്ടാ? എന്തുട്ട്? ആ, എന്താ ദൈവം, ഇതെന്താ സിനിമ നടന്മാരായി നമുക്കാവണ്ട, എനിക്കാവണ്ട. വിളിച്ചിട്ട് പോവാണ്ടിരിക്കണ പോലെ ഉണ്ട്. അല്ല, ഇനി വിളിച്ചാലും പോവില്ല. ഞാൻ ഉറപ്പിച്ചു ഇത്. എന്താ സിനിമ എനിക്ക് താല്പര്യമില്ല. അപ്പൊ അത് കൊണ്ടുപോകാം. ഞങ്ങള് കൂട്ടാൻ വെക്കട്ടെ. കൂട്ടാൻ്റെ ഞങ്ങൾക്ക് പാചകം ചെയ്യാൻ പോയി ഞങ്ങള്. അപ്പൊ എമ്പുരാനിൽ പോയിട്ട് മിന്നിക്ക് മോഹൻലാലിന്റെ ഒപ്പം റോളുണ്ടാ? ഉണ്ടല്ലേ? എടുക്കണോട്ടെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ആ, ഇപ്പൊ പോയിട്ട് കുറെ നാളായി. ശേഷം ഭാഗം സ്ക്രീനിൽ നാളത്തെ സൂപ്പർ സ്റ്റാർ ആണ് ഈ ചക്കയും കൊണ്ട് പോണത്. അങ്ങനെ എത്ര പേര് ഇങ്ങോട്ട് വരുന്നു പറയാൻ പറ്റും. ഇവന്റെ ഒപ്പം ഒരു സെൽഫി എടുത്ത് പോയല്ലോ. കുഴപ്പമില്ല. അന്ന് തന്നെ മിഥുൻ വന്നപ്പോ നമുക്ക് അബദ്ധം പറ്റി. അവ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവന്റെ ചേട്ടനാ, നിതിന്റെ ചേട്ടനാ. അവ അന്ന് വന്നപ്പോഴേ അന്ന് അത് പുസ്ത അതിന്റെ അടിയിൽ വെച്ച് ഇത് മുകളിൽ വയ്ക്കുക.
അന്ന് അവനെ കൂടെ നിർത്തിയിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്യണ്ടായിരുന്നു. അവിടെ വെച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഇടാനായിട്ടേ ആവേശ സിനിമയ്ക്ക് ശേഷം. പക്ഷെ അന്ന് അത് തോന്നിയില്ലേ, ഇപ്പൊ ആളെ കിട്ടാനും ഇല്ല. അവന് വരാനും ഒഴിവില്ല. അപ്പൊ ശരി, ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. വേറെ സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞ അതിന് പടം കഴിഞ്ഞ ഷൂട്ടിങ് കഴിഞ്ഞ ഫാർമേലില്ല നിവിൻ പോളിയോടൊപ്പം അഭിനയിച്ചു. അത് നിവിൻ പോളിയോടൊപ്പം അഭിനയിച്ചാ? അതെ. നിവിൻ പോളി നിന്നെ വീരണ്ട? ശരി, പൊളിക്ക്. ചേട്ടാ അപ്പുറത്ത് പോയിട്ടൊന്ന് പൊട്ടിക്കരയൂ. എന്തിന്? മഴ പെയ്തു കേട്ടാ. അവൻ ചക്കിട്ട് പോയി. അപ്പൊ ഞങ്ങൾ ഇതിന്റെ സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ദേ മഴ പെയ്തു. കുടിലിന്റെ ഓടാന്ന് വിചാരിച്ചേ. അപ്പൊ വിചാരിച്ചു കുടില് തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോണത്. അരി ഊറ്റി മറ്റേ അരി ഇപ്പൊ ഊറ്റണം. അത് എന്തുണ്ടാവും പട്ടിക്കുട്ടികൾക്കുള്ളതേ. അപ്പോൾ അടുപ്പത്ത് നമ്മൾ വിറകടുപ്പിലാണ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിന് അങ്ങോട്ട് കൊണ്ടുപോണതിന് മുന്നേ അരയ്ക്കാണ്ട് കുറച്ച് സാധനങ്ങൾ. അപ്പം അത് അരച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതിയല്ലോ. അപ്പം ചേട്ടന് അത് ഇവിടെ ഇരുന്നിട്ട് പറയണം. അല്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാലോ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ ഷീറ്റ് മില്ലിക്ക് വെള്ളം വീണ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാം. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇത് ഇത്ര ഉള്ളൂ. കുറച്ച് ചുമന്നുള്ളി വേണം. നമ്മൾ കൂട്ടാനിലേക്ക് ആവശ്യമായ നമുക്കനുസരിച്ചിട്ട് കേട്ടോ. നമ്മളിപ്പോൾ അതില വാങ്ങിയത് മുഴുവൻ എടുക്കില്ല കേട്ടോ, അതിൻ്റെ പകുതി എടുക്കുള്ളൂ. അപ്പോൾ ഈ ചുമന്നുള്ളി ഇത്രയുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക് വേണ്ട. 2 കുഞ്ഞ് തക്കാളി എടുത്തിട്ടുള്ള അതിലത്തെ പകുതി, അതായത് ഒരു തക്കാളി നമുക്ക് അരയ്ക്കാൻ വേണം, ഒരെണ്ണം നമുക്ക് കൂട്ടാനിലേക്ക് ഇടാനും വേണം. ഇത്രയും സാധനങ്ങളായില്ലേ. പിന്നെ മല്ലിപ്പൊടി കുറച്ച്, പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി. പിന്നെ ഇതിലേക്കുള്ള ആവശ്യമുള്ള മുളക് പൊടി മതിയോ. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇത്. വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല, കാരണം തക്കാളിയിലും മറ്റേ നമ്മുടെ ചുമന്നുള്ളിയിലും ഉണ്ടല്ലോ. ഇതിന് വഴറ്റണേ, അതുകൊണ്ട് വെള്ളം ഒഴിക്കാണ്ട് നമുക്കിത് നല്ല ഇതിൽ അരച്ചെടുക്കാം. മഴയില്ലാത്ത സമയമാണ് നമുക്ക് നമ്മുടെ അമ്മിയും അരക്കിയിരുന്നു. അപ്പോൾ ഇത് അരച്ചിട്ട് നമുക്കിനി എല്ലാ സാധനങ്ങളും കൊണ്ട് ഇനി അവിടേക്ക് പോവാം. ചേട്ടന് വെക്കണമെങ്കിൽ ഇങ്ങോട്ടിരിക്കാം, ഞാൻ അങ്ങോട്ട് മാറാം. ശരി. അപ്പോൾ നമ്മൾ തുടങ്ങാൻ കേട്ടാ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ഒരു കയ്യാളായിട്ട് നിൽക്കാനാണ് സരിതോട് പറഞ്ഞത്. സരിത ഭയങ്കര ഈസിയാണ് കേട്ടാ ഇത്. ആണുങ്ങൾക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളത്. ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടാൻ വെപ്പ് അറിയാത്ത ആളുകൾക്ക് കേട്ടോ ആർക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ മറന്നതേ, നമ്മൾ അരച്ചു കൊണ്ടുവന്ന സാധനമാണ് ഇട്ടത്. എന്തേ കണ്ട, ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമ്മളിങ്ങനെ അരച്ചെടുത്തു. ഈ അരക്കണേൽ ഒരു സാധനം നമ്മൾ ചേർക്കാൻ മറന്നുപോയി. ഒരു നുള്ള ഉലുവപ്പൊടി വേണ്ടതായിരുന്നു. അതപ്പിടാം നമുക്ക്. കുഴപ്പമില്ല, ഇത് ഉലുവപ്പൊടിയാണ് കേട്ടാ. എനിക്ക് ഈ സാധനത്തിൽ ഇരിക്കുമ്പോൾ എന്തോ ലാഭമാകില്ല. കുഴപ്പമില്ല. എനിക്ക് പക്ഷെ ഇത് ഇരിക്കുമ്പോഴാണ് നല്ല സുഖ. ഞാൻ ചെയ്യണ എന്തിന് കൈ തരിക്കുന്നുണ്ടാ? അല്ല, ഇത് ചെയ്യാൻ ഈസിയാ. പൈപ്പ് പൊട്ടിനെ ചക്കിടുമ്പോഴേ പൈപ്പ് പൊട്ടിനെ. ആ പൈപ്പില്ലേ വെള്ളം പോണത്. അപ്പൊ നമ്മുടെ കുഴൽക്കിണറിന്റെ മോട്ടർ, കുഴൽക്കിണറിൽ നിന്ന് വെള്ളം വരുന്ന മെയിൻ പൈപ്പാണത്. അതെങ്ങനെയാ മെയിൻ പൈപ്പിലല്ല. അല്ല, എല്ലാ ചക്കക്കാലത്തും അതവിടെ പൊട്ടാറുണ്ട്. ചക്കിടുമ്പോ പൊട്ടാറുണ്ട്. അത് കാരണം ഇവിടെ ആരും വന്ന് ചക്കിടില്ല. ഇട്ടാ മതി എന്ന് പറയും. ആ പൈപ്പ് അത് അവിടെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് എന്തെങ്കിലും ചെയ്താൽ മതി. ഒരു സിമെന്റ് ഒരു ഇഷ്ടിക അങ്ങനെ അതിന്റെ ഇപ്പുറത്ത് വെച്ച് കെട്ടിയത് അതിന്റെ ഉള്ളിൽ പെടുന്ന വിധത്തിലേ. അല്ല, അത് പൊട്ടി കഴിഞ്ഞിപ്പോ ഇലക്ട്രീഷ്യൻ മറ്റേ ഇവിടേക്ക് പോയി നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ അല്ല, പൊട്ടിയതല്ല, ജോയിന്റ് മുറിച്ച്. അല്ലാന്ന് ഈ കപ്പലിന്റെ അവിടെ കയ്യിൽ കാണാന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് അതൊരു വ്ളോഗാക്കാം. എന്തൊരു പ്രയോഗമല്ല തൃശ്ശൂരത്. തൃശ്ശൂർ കപ്പലിന്റെ അവിടെ കയ്യിലും കാണാം. കപ്പൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സാധനമാണ്. അതൊരു വലിയ കാര്യങ്ങളൊക്കെ നമ്മള് അച്ഛനമ്മമാര് ചെയ്യണതിന്റെ ഇടയിൽ ഈ പിള്ളേര് ഓരോന്ന് വന്നിട്ട് നമ്മളെ തോണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കുമല്ലോ. അപ്പൊ മെയിനായിട്ട് അമ്മമാര് പറയണതാണ്, ഒന്നും മിണ്ടാണ്ട് പോയി ഇവിടെ കപ്പലിന്റെ ഇടയിലൊക്കെ ഇതാണ് കയ്യിൽ കാണാം. ഈ സാധനം കൊണ്ട് കപ്പലിന്റെ ഇടയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന അത്ര വലിയ സമുദ്രമാണ്. എന്തൊരു വലിയ ഉപയോഗല്ലേ. അല്ല, എന്തൊരു ഈച്ചകൾ, നിറച്ച് ഈച്ചകൾ. വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പേര് അറിയോ? മീൻ പുളിയാണം.
സുനന്ദ ചേച്ചി പറഞ്ഞത് കൊല്ലങ്കാര പുളിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീൻ പുളിയാണം മീൻ പുളിയാണം എന്ന് പറഞ്ഞ എന്നാണ് ഈ കറിയുടെ പേര് കേട്ടാ. നമ്മൾ മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് മീൻ വേണമെങ്കിൽ വെക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ അയില വെക്കണതാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ് ചേച്ചി അയില പോലത്തെ പറഞ്ഞത്. മീനാണ് ആള് വെച്ചിട്ടുള്ളത്. ആ, ആളുടെ ഒരു ചാനലുണ്ട്, അപ്പൊ അതിലാൾ ഇട്ടിട്ടുള്ള എന്റെ ലിങ്കാണ് നമുക്ക് അയച്ചത്. അത് നോക്കിയിട്ട് വെച്ചോളാൻ പറഞ്ഞിട്ട് അതിലധികം പേര് കണ്ടില്ല. ആള് വെറുതെ തമാശക്ക് ഇടണാണ്. നേരം പോക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചാ വെളിച്ചെണ്ണ ഒഴിച്ചു. വേപ്പിന്റെ വേപ്പിന്റെ പിന്നെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇല്ല, കയ്യെത്തും ദൂരത്ത്. ഏതല്ല വേണമെങ്കിലും പൊട്ടിക്കാം നമുക്ക്. ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോ കൊതിയ പത്ര വേപ്പില്. എന്തായാലും ചേട്ടൻ വെട്ടി നിർത്തി നന്നായിട്ടാ. നല്ല ഭയങ്കര പൊട്ട ഇലകളായിരുന്നു ഇതിന്റെ എല്ലാം. ഈ മഴയത്ത് നിക്കണ ഇല കഴുകണാ, എന്നാലും വെറുതെ കഴുകും. അത് എന്റെ കീഴ്വഴക്കം ശീലങ്ങളൊക്കെ അങ്ങനെയാ. തൊട്ടടുത്ത് ഇപ്പൊ റോഡൊക്കെയാണ്, എപ്പോഴും നല്ല വണ്ടികൾ പോകുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ലല്ലോ, ഇവിടെ ഒരു അഴുക്ക് പോലും ആവാല്ല. ഞാനിവിടെ കൊറേ കാലം കഴിയുമ്പോ ഇവിടെയൊക്കെ വീടുകൾ വരുമായിരിക്കും അല്ലേ? വീടുകൾ വരുമോ ഫ്ലാറ്റുകളാണോ വരാന്നൊന്നും അറിയില്ല. ഇപ്പൊ നല്ല സുഖം ഇവിടെ, ഒരാളും ഇല്ല, ഒരനക്കോലും ഒന്നുമില്ല. നല്ല പ്രൈവസിയാണ് നമുക്ക്. എല്ലായിടത്തും വീടിന്റെ ഏത് ഭാഗത്തും നമുക്ക് ഇങ്ങനെ ഇരിക്കാം, ഭക്ഷണം കഴിക്കാം. മീൻ വറക്കണ്ടേ? സരിത മാന്തളത് ഇപ്പുറത്തേല് വറക്കാൻ വെച്ചാലേ ഈ കൂട്ടാൻ ഏകാവും. ഇത് കത്തിച്ച് അല്ല ഒപ്പം ചെയ്താൽ മതി. ഒപ്പം ചെയ്താൽ മതി. ഒപ്പം ചെയ്താൽ മതി. അല്ല അത് തീ കത്തിക്കണ്ടേ, പിന്നെ മീൻ വറക്കാൻ വെക്കല്ലേ? എനിക്കറിയില്ല, എന്തെങ്കിലും ചേട്ടൻ തീരുമാനിക്കും. ഞാൻ പറയണത് കേൾക്കില്ല, പിന്നെ എന്തെങ്കിലും ഞാൻ വെറുതെ എന്റെ വായിലത്തെ വെള്ളം വറ്റിക്കാൻ ഓരോന്ന് പറയാതിരിക്കുന്നു. അല്ല വെക്കാം, മറ്റേ ഇതിൽ തീന്ന് പിടിയിട്ടേ. തീന്ന് പിടിച്ചു കഴിഞ്ഞാൽ നീ ഇതില് സമയം കളയണ്ടല്ലോ. കടുക് വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇവിടെ ഞാൻ തരുന്നറിയോ, ചൂടുണ്ട്. ആ അതാണല്ലേ. അല്ലെങ്കിൽ ഞാൻ ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടത് നീ ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി അപ്പോൾ കടുക് ഇടുന്നു കേട്ടോ. ഒറ്റയടിക്ക് പൊട്ടണം. കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്പം തട്ടണം നമ്മുടെ പച്ചമുളക് ഒരു 3-4 അരിഞ്ഞത് കേട്ടോ. പൊട്ടി കഴിയട്ടെ കേട്ടോ. പൊട്ടി കഴിഞ്ഞു. പച്ചമുളകിൽ ഇത്തിരി വെള്ളമുണ്ട്, അതിലേക്ക് കറിവേപ്പില ഇടണം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ കൂട്ടിടണം കേട്ടോ. നല്ലൊരു അരപ്പാട്ടത്. ചമ്മന്തി ഉണ്ടാക്കാറില്ലേ നമ്മള്, ഉള്ളിയും മിളകൊക്കെ, അതിന്റെ ഒരു മണം. ഇതിലൊരു പൊട്ട് ലേശം മതി. കഴിക്കും അത്രയൊന്നും ഇടല്ലേ, കയ്പ് വരും. ഉലുവപ്പൊടി പൊട്ട്. കുറച്ച് സമയം ഒന്ന് പച്ചമണം പോവാൻ വേണ്ടിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി. അപ്പൊ ഈ മിക്സിയിൽ ജാറിൽ ഇത്തിരി വെള്ളമാക്കി വെക്കുക. അല്ല, ഈ പുളി വെള്ളം ഒഴിച്ചാൽ പുളിവെള്ളം വേണം. ഇത് കഴുകി വെക്കുക ഇപ്പോഴല്ല. ഇനി ഇതില് നമ്മൾ കുടപ്പുളിയിലല്ലാട്ട് വെക്കണേ, കോൽപ്പുളിയാണ് കേട്ടാ. കോൽപ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് പുളിക്ക് അനുസരിച്ചിട്ടുള്ള കോൽപ്പുളി. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയിലെ ഞങ്ങളെ കാണണ്ട വെളിച്ചണ്ട എന്തിട്ടാ മറ്റേ പിന്നെയാണോ? പിന്നെ കോപ്പ അതാണോ? ഉണ്ണി തൃഷ്ണ സിനിമ തെയ്യാട്ടം ധമനികളിൽ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. തെയ്യാട്ടം കൃഷ്ണ സോങ്സ് അടിച്ചാൽ മതി, നല്ല പാട്ടുകളുള്ള പടാ. അതന്നെ മൈനാകം അതിൽ പാട്ടുണ്ട്. ഏമ്പക്കം കുടലിൽ നിന്നുയരുന്നു. ഞങ്ങള് കനത്ത മഴയായിരുന്നു. ഞങ്ങളല്ല, ഭയങ്കര മഴയായിരുന്നു. അപ്പൊ ഈ ചട്ടി ഇവിടെ നിന്ന് ഇറക്കി വെച്ചു. ശബ്ദം കേൾക്കണില്ലേ തീരെ. അപ്പൊ ചട്ടി വീണ്ടും അടുപ്പത്ത് വെച്ചു. മഴ മാറുന്ന കാണാനില്ല. അപ്പൊ ഞങ്ങള് മഴ മാറുന്ന നോക്കിയിരുന്നു ഇത്ര സമയം. ഇത് നല്ലോണം എന്താ പറയുക, ഇത്തെ വെള്ളമൊക്കെ വലിഞ്ഞൂട്ടാ. ഇത്രയ്ക്കധികം സമയം ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പൊ പുളി വെള്ളം ഒഴിക്കണം. കയ്യോട് പിഴിഞ്ഞ് ഒഴിക്കണം. പുളി വെള്ളം ഒഴിച്ചു. പിന്നെ ഈ മിക്സ് പുളിന് നോക്കിയിട്ട് ഒഴിക്കാം. ഇത് കഴുകിയ വെള്ളം, ആ ജാറ് കഴുകിയ വെള്ളം. പിന്നെ ഇനി പോരാത്ത വെള്ളം ഒഴിക്കാം. മീനിലേക്ക് ആവശ്യമായിട്ട് വെള്ളം കൊണ്ട് ഒഴിച്ചോ. എന്തുട്ടാ മഴയായിരുന്നല്ലേ. പുളി ഒഴിക്കേണ്ടി വരുമോ? പുളിന് ഒഴിക്കേണ്ടി വരുമോ? പുളി നോക്കിയിട്ട് ഒഴിക്കാം. ഉപ്പിടാട്ടല്ലേ, ഉപ്പ്. പിന്നെ തക്കാളി കുറച്ച് കഴിഞ്ഞിട്ടാണ് അങ്ങനെ. അതെ,
തിളയ്ക്കുമ്പോ ഇനി തിളക്കട്ടെ കേട്ടാ. തിളയ്ക്കുമ്പോ തക്കാളി ഇടാം. തിളയ്ക്കുമ്പോ തക്കാളി ഇടാം. മഴയത്ത് പാടാൻ പറ്റിയൊരു പാട്ടുണ്ട് സരിത. ആ പാടിക്കോ പാടിക്കോ. ലാ 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 ലാ. തെയ്യാട്ടം ധമനികളിൽ മനസ്സിൽ രഥോത്സവം കളികയിൽ പുളകവും പൂക്കളും ലാ 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 ലാ. മഴയത്ത് പാടാൻ പറ്റിയതല്ല, മഴയത്ത് ഇറങ്ങി ഡാൻസ് കളിച്ചിട്ട് പാടിക്കോ. കൺകേളി കണിമലിരെ കുളിരിൽ കുതിർന്നു വാ. തെറിയാണോ പറഞ്ഞത്? തെറിയില പറഞ്ഞ മലരെന്ന് മലരുന്നല്ല പറഞ്ഞ മലിരെന്ന് പറഞ്ഞല്ലേ. ഞാൻ പാടുന്നില്ലേ തേങ്ങ. ഈ മഴയത്ത് അവിടെ നിന്നിട്ട് പാടണം ശരിക്കും. അതന്നെ ഡാൻസും കളിച്ചോ. കൃഷ്ണന്റെ പാട്ട് നല്ല പണ്ടത്തെ പാട്ടാ. മമ്മൂട്ടി നായകനായിട്ട് വന്നിട്ടുള്ള ആ സമയത്തെ പാട്ടാണ്. അതിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര രസം. എല്ലാ പാട്ടും നല്ല രസാ. രാജ്കുമാറും സ്വപ്നയും കൂടിയിട്ട് മഴയത്ത് പാടുന്ന പാട്ടാണ്. മഴയത്ത് ഡാൻസ് ആ അപ്പൊ രാജ്കുമാർ എന്ന് പറയുന്ന നായകനല്ലേ. നല്ല ഭംഗിയല്ല കാണാൻ. ആ നല്ല ഭംഗിയ. മലയാളത്തിലത്തെ കമലഹാസൻ അങ്ങനെ ഒരു കമലഹാസൻ പേരുണ്ടായിരുന്നു. കമലഹാസന്റെ ചായ ഉണ്ട്. ആ ആളെ പൂച്ച സന്യാസി എന്ന് പറഞ്ഞൊരു സിനിമന്റെ ആയിരുന്നു. മറ്റേ ഹരിഹരൻ സംവിധാനിച്ചിട്ടുള്ളത്. കുറെ പെണ്ണുങ്ങള് പിന്നീടാണത്. അതിന്റെ മോഡലാണ് ബോയും ബോയ് സിനിമ. ബോയും ബോയ് വേറെ ഏതൊരു ഇംഗ്ലീഷ് സിനിമയാണ്. പൂച്ച സന്യാസി ഏകദേശം ആ ഗണത്തിൽ പെട്ട തന്നെയാണ്. അതെ ആ കൊറേ പെണ്ണുങ്ങൾ ഒരേ സമയം ഇവനൊരു സന്യാസി കപട സന്യാസി എന്ന് പറഞ്ഞിട്ട് കാട്ടാളവേഷമോ അങ്ങനെ പറയാ പാട്ട്. കുറെ പെണ്ണുങ്ങളെ ഇവന്റെ പിന്നീട് നടന്നിട്ട് ഇവനും പറ്റിക്കുന്ന പരിപാടി ഇനി തന്നെ അത് അങ്ങനെ ഉണ്ടായിരുന്നു. 1979 ഇറങ്ങിയ പടാണ്. 79 ഇറങ്ങിയ പടമാണ്. തിളയ്ക്കുമ്പോ തക്കാളി ഇടല് നോക്കിയ ബെസ്റ്റ് കളറിൽ തിളയ്ക്കുന്നുണ്ടാ. അപ്പൊ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. തിള തുടങ്ങി. തിളയ്ക്കണില്ല ഏട്ടാ, തിള തുടങ്ങിയിട്ടല്ലോ. എന്തൊക്കെ പറഞ്ഞത് വെപ്രാളത്തില്. എന്തിന് വെപ്രാളം? സമാധാനമായിട്ടിരിക്കൂ. കൂൾ ഡൗൺ കൂൾ ഡൗൺ. ഇപ്പുറത്ത് മീൻ വറക്കാലോ. അപ്പൊ എടുത്തു വയ്ക്കാം. മാറ്റിട്ടേ ഇതൊക്കെ ഊറ്റി കൊണ്ടുപോയിട്ടാ. ചോറൊക്കെ ഊറ്റി കൊണ്ടുപോയി പട്ടിക്കുന്നത്. ഇത് സാധനം തിളച്ചടങ്ങിയിട്ടാ നോക്കിയാ. അപ്പൊ നമുക്ക് മീൻ കഷ്ണം ഇടാം. ഭയങ്കര ഈസി അല്ലേ? സിമ്പിൾ സാധനമാണ്. മീനിന്റെ പലിഞ്ഞീനുകൾ ഉണ്ട് കേട്ടാ. അതിലേക്ക് ഈ സമയത്ത് പലിഞ്ഞീണ്ടാവും. ഇത്തിരി കൂടി ഉപ്പ് ചേർക്കേണ്ടി വരും കേട്ടാ. അല്ല ഇത്തിരി കൂടി ഉപ്പ് ചേർക്കേണ്ടി വരും പറയാം. ഉപ്പല്ലേ? ആ ഇത്തിരി കൂടി ഉപ്പിട്ടോ. അടുത്ത കൊല്ലാവുമ്പോഴത്തേക്ക് നമുക്കിത് ഓടും മേയണം, പുകയില്ലാത്ത അടുപ്പും ഉണ്ടാക്കണം. കുറച്ചുകൂടി ഉപ്പുണ്ട് കേട്ടാ. അപ്പം അവസാനം എന്ത് തീരുമാനിച്ചു? മീൻ വറക്കണത് മറ്റേ അടുപ്പിലാണോ അതോ ഇതിലെയാണോ? ഇതിൽ തന്നെ വറക്കണല്ലോ. കാരണം ഇതില് മഴ പെയ്യുന്ന കാരണം തീക്ക് ഒരു മന്നിപ്പ കത്തണോ വേണ്ടയോ എന്നുള്ളതിൽ ഒരു ഈർപ്പുണ്ടല്ലോ വിറകുമ്പോഴൊക്കെ. അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പൊ ഇതിൽ കത്തിപ്പിടിക്കുമ്പോൾ കുറെ സമയം പിടിക്കും. അതന്നെ അടുപ്പ് എന്തായാലും ചൂടായിട്ടുണ്ട് ഓൾറെഡി. ഇതിപ്പോ നല്ല ചൂടായിട്ടുണ്ട്. ചോറൂറ്റി ഇത് ഇവിടെ തന്നെ വെച്ചാൽ മതിയായിരുന്നു അല്ലേ? അതൊരു തുടരാം. ഉഗ്രം കൂട്ടാനുണ്ട് കേട്ടോ. സാധനം കൂട്ടാൻ അടിപൊളിയുണ്ട്. മീൻ കഷ്ണം ഇടണേലും മുന്നേ ഞാൻ ചാറ് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. ആ ഇനി മൂടി വയ്ക്കണം. കുറച്ചു നേരം മൂടി വയ്ക്കണ്ടോ? സ്വല്പം നേരം കേട്ടാ. തിളച്ചു പോവും മൂടി വെച്ചാല് ചേട്ടാ. ആ നോക്കാം. വെറുതെ ഒന്ന് മൂടി വയ്ക്കുക. ആ മഴയും കണ്ണിൽ പുകടിക്കുക. അതാ ഞാൻ കണ്ടിട്ട് പോന്നേ. ശരിക്കും കണ്ണിലേക്ക് പോകാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആ തിളക്കുന്നുണ്ട്. നീ അടയ്ക്കണ്ടല്ലോ വെറുതെ. ചിലപ്പോൾ എല്ലാം കുരുത്തലും തിളച്ച് പോയല്ലോ അല്ലേ. തിളച്ച് പോകാനുള്ള ഇതില്ല. വറ്റി കഴിഞ്ഞിട്ട് ഇതിൽ പച്ച വെളിച്ചെണ്ണ വേപ്പില ഇട്ടിട്ട് അടച്ച് വയ്ക്കുക കുറച്ച് നേരം. അവിടെ ഞാൻ മീൻ വറക്കാനുള്ള ഇവിടെ ചട്ടി കഴുകട്ടെ. മൺചട്ടിയാണ്. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് മൺചട്ടി ഉപയോഗിച്ചാണത് മീൻ വറക്കാനായിട്ട്. ഇതിൻ്റെ ആകെ പൊളിഞ്ഞ് പളീസായിന് ആ ചട്ടി ഇല്ലല്ലേ. അതിൽ പിടിച്ചില്ലല്ലേ.
ഈ ചട്ടി ഇതിലാണ് മീൻ വറക്കണം കേട്ടോ. നമ്മൾ വെണ്ണൂറിട്ട് കഴുകാണ് ഞാൻ. ഓർമ്മയില്ലേ ഈ ചട്ടി? ഇതിൽ നമ്മൾ മീൻ വറുത്തത്. എന്തിട്ട് മീനിൽ വറുത്തേ? എന്തോ ഒരു മീൻ വറുത്തു. പിന്നെ മീൻ വേവാൻ അധികം സമയം വേണ്ട കേട്ടോ. നമുക്ക് ചാർന്ന് കുറുകാന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൻ്റെ കട്ടിയേക്കാം. അപ്പോൾ നമ്മുടെ ചീഞ്ചട്ടിയിലത്തെ കൂട്ടാൻ ഇതിലത്തെ കൂട്ടാൻ അടിപൊളിയിട്ടാണ്. നല്ല ഭംഗിയുള്ള കൂട്ടാനായി, ഭംഗിയുള്ളതും ടേസ്റ്റുള്ള കൂട്ടാനായി. അപ്പോൾ നമുക്ക് ഇറക്കിയിട്ട് നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങൾ ചെയ്യാണ്ട്, കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല, ഇതിപ്പുറത്ത് ഇതിലേക്ക് ആക്കാം. ഈ മീൻ വറക്കാനുള്ള ചട്ടി ഇവിടേക്ക് വയ്ക്കാം. 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. വേപ്പിൻ്റെ ഇല ഇത് മൂടി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം മൂടി വയ്ക്കുക, 10 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. മീൻ വറുത്ത പാത്രം എടുത്ത് അല്ല, മീൻ വറുത്ത പാത്രമല്ല അത്, ആ സാധനം എടുത്ത് മീൻ ഉപ്പും മഞ്ഞളും മാന്തൽ തേച്ച് വെച്ചിട്ടുണ്ട്. മാന്തൽ ഈ ചട്ടിയിലേ മൺചട്ടി ഭയങ്കര സ്ലോവില ചൂടാവുള്ള കണ്ട. എല്ലാ ചട്ടികളും അങ്ങനെ തന്നെയാ, ചൂടാവാൻ സ്ലോ ആവും. പിന്നെ ചൂടായി കഴിഞ്ഞാൽ ചൂട് നിൽക്കും. അതല്ല ഇതിലത്തെ തള നിൽക്കാത്തത്. അതിഗംഭീരമായ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ വറക്കാൻ പോകണം കേട്ടോ. മീൻ വറക്കാനുള്ള വെളിച്ചെണ്ണ ചട്ടി ഇട്ട് വെള്ളമൊക്കെ വറ്റി. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ചട്ടിക്കാണോ ചെരുവ്, അടുപ്പിനാണോ ചെരുവ്? അല്ല, ഇതെന്തൊരു കുഴപ്പമെന്ന് അറിയണ്ടേ, എപ്പോഴും ആക്കാത്ത കാരണേ ഇതിൽ വെളിച്ചെണ്ണ കുറച്ച് കുടിച്ചു പോകും ആള്. ഇതിൽ ദോശ ഉണ്ടാക്കി വെക്കായിരുന്നു അല്ലേ? ആര് പറഞ്ഞില്ല ദോശ ഉണ്ടാക്കാൻ പറ്റുന്ന? പിടിക്കില്ല എന്നുകൊണ്ട് മീനൊന്നും പിടിക്കില്ലല്ലോ. മീൻ പിടിച്ചില്ലെന്ന് ഞാൻ വേപ്പല വെച്ചിട്ടാണ് പറക്കുന്നത് കേട്ടാ. ആ വേപ്പല തിന്നാൻ രസമല്ല. നമ്മുടെ മീൻ വയ്ക്കാൻ പോകണം കേട്ടാ. സരിതൊന്ന് വരഞ്ഞിട്ട് മീനുമേ കൊള്ളില്ല. ഓണത്ത് ഈ സമയം വരെ ചേട്ട പിടിച്ചു നിന്നു കേട്ടാ. തേങ്ങ എന്ന് പറയാണ്ട് പറഞ്ഞു തോന്നും. എല്ലാം കൊണ്ടാ. അയ്യോ നമുക്കൊന്ന് മറച്ചാറായി നോക്കാട്ടാ. ഈ ആയി വരണല്ലോ. എന്നാലും നമുക്കൊന്ന് ഈ വേപ്പിലുള്ള കാരണം അടിയിൽ പിടിക്കില്ല. ആ വേപ്പിലൊരു മണം അടിപൊളിയാട്ടാ. ഇതിൽ മെല്ലെ ഫ്രൈ ആവുള്ളൂ ഈ മൺചട്ടിയ കാരണം. ആ സമയം നമ്മൾ വേറെ വല്ല സാധനമാണെങ്കിൽ എപ്പോഴും ഇവിടെ തന്നെയാവും. അപ്പോൾ എന്നിട്ട് നമ്മുടെ മീൻ ഇതിലേക്ക് ആയിട്ടാ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഞാനേ വേപ്പിലയൊക്കെ കുറേ എടുത്ത് കളഞ്ഞു. കാരണം വേപ്പില ഇരിക്കുമ്പോൾ വറവ് ശരിക്കായിട്ട് വരുന്നില്ല. എൻ്റെ ദൈവമേ. ഞങ്ങൾ കുടിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, കൂടാരത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ കൂട്ടാൻ ഇതേത് അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തുറന്നു. ആഹാ എന്താ അതിൻ്റെ ഭംഗി. പിന്നെ നമ്മുടെ ചോറ് രണ്ടരി വെച്ചിട്ടുള്ള ഇവിടെ സ്ഥലമില്ല. സ്ഥലത്ത് ചോറുവെള്ളം പിടങ്ങി, പറയുമ്പോഴേക്ക് ചോറുവെള്ളം പിടങ്ങി. വിശക്കുണ്ട്. കേമമായിക്കോട്ടെ. സാധാരണ ചേട്ടൻ ചോറുണ്ട് ഞങ്ങൾക്ക് ഒരു ഉരുള തരും, ബാക്കി ഞങ്ങൾ അകത്ത് പോയിട്ടാണ് ഉണ്ണാറ്. നമുക്ക് രണ്ടുപേർക്കുള്ള അലയാട്ട ജഗുവാ. ജഗുനുള്ള അലയും വെക്കാൻ പറ്റും. അലയും കൊണ്ട് വെച്ചോ സ്ഥലമുണ്ട്. ഞാൻ വാരി തരുന്ന വെച്ചിട്ടിരിക്കണ്ട കേട്ടോ മോൻ. അലയും കൊണ്ട് വെച്ചോ. ഞാൻ മീൻ കൂട്ടാൻ ചേട്ടാ മീൻ കൂട്ടാൻ വെള്ളം കുടിച്ച് വിശപ്പകറ്റുന്ന ഒരു പാവം കുട്ടി. അങ്ങനെ അയ്യോ ഞാൻ എന്തിനു ഇത്ര ചോറുന്നു. സുനന്ദ ചേച്ചിയുടെ കൂട്ടാനാണ് ഞാൻ സുനന്ദ. വാരി കഷ്ണം. അടുത്ത വട്ടം നാട്ടിൽ വരുമ്പോ ആളും കൂടി വരും കേട്ടോ. അല്ല വന്നിണ്ടായിരുന്നു, ഇപ്രാവശ്യം വന്നിണ്ടായിരുന്നു. പക്ഷെ അടുത്ത വട്ടം വരുമ്പോ വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ജഗുനും ബാലകൃഷ്ണൻ ചാറി മുക്കി നോക്കിയാ മതി. നീ വറുത്തത് ഇട്ടൂടെ ജഗു? മീൻ വറുത്ത് വയ്ക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചോറാൻ പോകണം. ആരാ പറഞ്ഞു വേപ്പില കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു? വേപ്പില വിഷാംശങ്ങളൊക്കെ. ഏയ് അങ്ങനെയൊന്നുമില്ല. ആഹാ കുത്തരിച്ചോറ് പറയാനൊന്നും നേരില്ല. ശരി കേട്ടാ. എന്തുട്ടിനല്ല കുറെ സമയം ഓരോന്ന് കരിഞ്ഞ് പിടിച്ച് പേസ്റ്റ് എന്നിട്ട് പറയാ
വഴറ്റി അത് വഴറ്റി ശരിയാകുമ്പോൾ ഇതിട്ട് അതിട്ട് അങ്ങനെ നിൽക്കട്ടെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒറ്റടി മിക്സിയിൽ പുളിവെള്ളം ഒഴിക്കുക വെക്കുക അത്രേ ഉള്ളൂ. ഇപ്പത്തായിരിക്കും നല്ല ടേസ്റ്റ് കേട്ടാ. ചോറ് മാറ്റുണ്ടോ? നിന്നോട് അവിടെ അല്ല ചേട്ടൻ വേണം. ഇപ്പം ജഗ്ഗു വാണ വെച്ചപ്പോൾ ചോറിനു. അതന്നെ മീൻ വറുത്ത സൂപ്പർ അല്ലേ? മീൻ്റെ മുട്ടയിൽ കരിഞ്ഞി ഇപ്പൊ അടിപൊളി ഭക്ഷണമാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ലേ? ഏഹ് ഞാൻ കഴിച്ചിട്ടില്ല. അത് ചൂട് ചൂടാണ്. ഇത്ര ചൂടൊന്നുമില്ല. ചോറ് ഊറ്റി വെച്ചിട്ട് കുറേ നേരമായി. കൂട്ടാൻ കൂട്ടാൻ ഇത്തിരി ചൂടുണ്ട്. അപ്പൊ നമുക്ക് നിർത്താം. അടിപൊളി ഭക്ഷണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.